നിങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ലേ? സ്വന്തം വീട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളൊരു അധികപ്പറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിലറിഞ്ഞോളൂ, വെറും 5 കാര്യങ്ങൾ, അതെ, ആചാര്യ ചാണക്യൻ പറഞ്ഞു തന്ന വെറും 5 തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ഇന്നലെ വരെ നിങ്ങളെ പുച്ഛിച്ചു തള്ളിയവർ പോലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരു പട്ടിക്കുട്ടിയെപ്പോലെ വാലാട്ടിക്കൊണ്ട് നിങ്ങളുടെ പുറകെ വരും. ഇത് വെറും വാക്കുകളല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപേ തെളിയിക്കപ്പെട്ട മനഃശാസ്ത്രമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ബോധി വഴികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനും അവരുടെ മനസ്സ് കീഴടക്കാനും സമൂഹത്തിൽ രാജാവിനെപ്പോലെ തലയുയർത്തി ജീവിക്കാനും സഹായിക്കുന്ന ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, പണവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മളെ വില കൽപ്പിക്കൂ എന്ന്. എന്നാൽ അത് സത്യമല്ല. നിങ്ങളുടെ പെരുമാറ്റത്തിലും ചിന്താഗതിയിലും വരുത്തുന്ന ചില ചെറിയ മാറ്റങ്ങൾക്ക് ലോകത്തെ മുഴുവൻ നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം എന്ന് ഞാൻ നിർബന്ധമായി ആവശ്യപ്പെടുകയാണ്. കാരണം ഇതിൽ പറയുന്ന 5 കാര്യങ്ങൾ കേവലം അറിവുകൾ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ള ജീവിത വിജയത്തിനായുള്ള രഹസ്യ സൂത്രവാക്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫലം പൂർണ്ണമാകില്ല. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമുക്ക് വൈകിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. ഭാരതം കണ്ട എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായിരുന്നു ആചാര്യ ചാണക്യൻ. ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയായി മാറ്റിയ അദ്ദേഹത്തിന് അറിയാമായിരുന്നു മനുഷ്യന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. ആളുകൾ എപ്പോഴും ആരുടെ കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ആരെയാണ് അവർ അനുസരിക്കാൻ തയ്യാറാകുന്നത്, ഇതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ ചാണക്യനീതിയിലുണ്ട്. ആളുകൾ നിങ്ങളുടെ പിറകെ വരാൻ നിങ്ങൾക്കുള്ളിൽ വളർത്തിയെടുക്കേണ്ട ആ 5 തന്ത്രങ്ങൾ ഇവയാണ്. 1. നിഗൂഢത കാത്തുസൂക്ഷിക്കുക. മെയിൻറ്റെയിൻ മിസ്റ്ററി. ശ്രദ്ധിച്ചു കേൾക്കൂ സുഹൃത്തേ, തുറന്ന പുസ്തകം പോലെ ആകരുത് നിങ്ങളുടെ ജീവിതം. ചാണക്യൻ പറയുന്നു, മനസാ ചിന്തിതം കാര്യം വചസാ ന പ്രകാശയേത് എന്ന്. അതായത്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ, ഇതൊന്നും വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത്. അത് പ്രവൃത്തിയിലൂടെ മാത്രം ലോകമറിയട്ടെ. എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിങ്ങളോട് താൽപ്പര്യം കുറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് എല്ലാം അവർക്കറിയാം എന്നതുകൊണ്ട് തന്നെയാണത്. മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ രീതിയുണ്ട്. അവർക്ക് പിടികിട്ടാത്ത കാര്യങ്ങളോട് അല്ലെങ്കിൽ നിഗൂഢമായ കാര്യങ്ങളോട് അവർക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നും. നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന, എന്തും വിളിച്ചു പറയുന്ന ഒരാളാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ വളരെ വേഗത്തിൽ മടുക്കും. പക്ഷേ നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷ കൂടും. ഇവൻ എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്ന ചിന്ത അവരുടെ ഉറക്കം കെടുത്തും. ആ ആകാംക്ഷ അവരെ നിങ്ങളുടെ പുറകെ നടക്കാൻ പ്രേരിപ്പിക്കും. ഓർക്കുക, കടലിന്റെ ആഴം ആർക്കും പെട്ടെന്ന് അളക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ കടലിനോട് എല്ലാവർക്കും ബഹുമാനമാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സാകുന്ന കടലിന്റെ ആഴം ആരെയും കാണിക്കരുത്. നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കുക. അപ്പോൾ കാണാം ആളുകൾ ബഹുമാനത്തോടെ നിങ്ങളുടെ ചുറ്റും കൂടുന്നത്. 2. മധുരമായി സംസാരിക്കുക, എന്നാൽ ഉള്ളിൽ ഉറച്ച നിലപാടുണ്ടായിരിക്കുക. സ്വീറ്റ് സ്പീച്ച് വിത്ത് ഫേം സ്റ്റാൻഡ്. ചാണക്യൻ പറയുന്നു, പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ. അതായത്, മധുരമായ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതായി ഈ ലോകത്ത് ആരും തന്നെയില്ല. മൃഗങ്ങൾ പോലും സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ വീണുപോകും. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? പലരും ചിന്തിക്കുന്നത് ഗൗരവത്തിൽ പെരുമാറിയാലേ ആളുകൾ ബഹുമാനിക്കൂ എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. അഹങ്കാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ നിങ്ങൾക്കാരെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഒരു പുഞ്ചിരി കൊണ്ടും സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും നിങ്ങൾക്ക് ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. മധുരമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുന്നിൽ തലകുനിക്കുക എന്നല്ല അർത്ഥം. ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രം വരുന്നത്. നിങ്ങളുടെ സംസാരം തേൻ പോലെ മധുരമുള്ളതാകണം. എന്നാൽ നിങ്ങളുടെ നിലപാടുകൾ വജ്രം പോലെ ഉറപ്പുള്ളതായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കിക്കാൻ നിൽക്കരുത്. എന്നാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പുഞ്ചിരിച്ചുകൊണ്ടുതന്നെ ശക്തമായ മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ദേഷ്യപ്പെടാതെ, ശബ്ദമുയർത്താതെ, വളരെ ശാന്തമായി എന്നാൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നവരെയാണ് ആളുകൾക്ക് കൂടുതൽ ഭയം. ആ ഭയം കലർന്ന ബഹുമാനം
അവരെ നിങ്ങളുടെ വിശ്വസ്തരായ അനുയായികളാക്കി മാറ്റും. വാക്കുകളിൽ മധുരവും പ്രവൃത്തിയിൽ തീപ്പൊരിയും. ഇതാണ് വിജയികളുടെ രീതി. 3. സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് യുവർ വാല്യൂ ആൻഡ് സ്റ്റോപ്പ് ബീയിങ് ടു അവൈലബിൾ. സുഹൃത്തെ, എപ്പോഴും ലഭ്യമാകുന്ന ഒന്നിനും ഈ ലോകത്ത് വലിയ വിലയുണ്ടാകില്ല. വഴിയിൽ കിടക്കുന്ന കല്ലിന് ആരും വില കൊടുക്കാറില്ല. എന്നാൽ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന സ്വർണത്തിന് എല്ലാവരും വില കൊടുക്കുന്നു. എന്തുകൊണ്ട്? കാരണം സ്വർണം അപൂർവമാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിതാണ്: നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ലഭ്യമാണെങ്കിൽ, എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ, ആളുകൾ നിങ്ങളെ ഒരു ഓപ്ഷൻ മാത്രമായി കാണും. നിങ്ങളെ അവർക്കെപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന തോന്നൽ അവരിലുണ്ടാക്കരുത്. നിങ്ങളുടെ സമയത്തിനു വിലയിടുക. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം പാഴാക്കരുത്. നിങ്ങൾ സ്വയം സ്നേഹിക്കാനും സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകാനും തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഓ, ഇവൻ വെറുതെ നടക്കുന്നവനല്ല, ഇവന് ഇവന്റേതായ ലക്ഷ്യങ്ങളുണ്ട് എന്ന ചിന്ത അവരിലുണ്ടായാൽ മതി. അവരുടെ സമീപനം മാറും. സ്വന്തം കഴിവുകൾ വളർത്തുക. അറിവ് സമ്പാദിക്കുക. പണം സമ്പാദിക്കുക. ശക്തനാവുക. നിങ്ങളൊരു സൂര്യനെപ്പോലെ തിളങ്ങുമ്പോൾ ഗ്രഹങ്ങൾ താനേ നിങ്ങളുടെ ചുറ്റും ഭ്രമണം ചെയ്തോളും. ആരും വെറുതെ ഇരിക്കുന്നവന്റെ പുറകെ വാലാട്ടി വരില്ല. മറിച്ച് കഴിവുള്ളവന്റെ, വിജയിക്കുന്നവന്റെ കൂടെ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ പുറകെ പോകാതെ വിജയത്തിന്റെ പുറകെ പോകുക. ആളുകൾ താനേ നിങ്ങളുടെ പുറകെ വന്നോളും. 4. മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക. ബി എ ഗുഡ് ലിസണർ. ഇത് വളരെ ലളിതമെന്ന് തോന്നാം, എന്നാൽ ഏറ്റവും ശക്തമായ ഒരു മനഃശാസ്ത്ര തന്ത്രമാണിത്. ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പറയാനാണ് താൽപ്പര്യം. സ്വന്തം പ്രശ്നങ്ങൾ, സ്വന്തം നേട്ടങ്ങൾ, സ്വന്തം വിശേഷങ്ങൾ, ഇതെല്ലാം കേൾക്കാൻ ഒരാളെ കിട്ടുക എന്നത് വലിയൊരാശ്വാസമാണ്. ചാണക്യൻ പറയുന്നു, ഒരു നല്ല നേതാവ് എപ്പോഴും നല്ലൊരു കേൾവിക്കാരനായിരിക്കുമെന്ന്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക. അവരെ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരടുപ്പം തോന്നും. ആളുകൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, അവരെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്. ആരെങ്കിലും സങ്കടം പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. ആളുകളുടെ പേരോർത്തുവയ്ക്കുക. അവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും ചോദിച്ചറിയുക. ഇതവരിൽ വലിയ മതിപ്പുണ്ടാക്കും. ഇവൻ എന്നെ വലിയ കാര്യമാണ് എന്നവർക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവർ നിങ്ങളെ വിട്ടെങ്ങും പോകില്ല. അവരുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാകും. അവരറിയാതെ തന്നെ അവർ നിങ്ങൾക്ക് വിധേയരായി മാറിക്കൊണ്ടിരിക്കും. 5. ആവശ്യമില്ലാത്തവരെ ഉപേക്ഷിക്കാൻ മടിക്കരുത്. ലേൺ ടു ലെറ്റ് ഗോ. ഇത് ചാണക്യനീതിയിലെ ഏറ്റവും കടുപ്പമേറിയ എന്നാൽ ഏറ്റവും സത്യസന്ധമായ പാഠമാണ്. ദുർജന പ്രിയവാതിലം എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളിൽ ചാണക്യൻ പറയുന്നത് മോശമാളുകളുമായുള്ള സഹവാസം വിഷം പോലെയാണ് എന്നാണ്. നമ്മൾ പലപ്പോഴും ആളുകൾക്ക് നമ്മളെ ഇഷ്ടമാകാൻ വേണ്ടി നമുക്ക് യോജിക്കാത്തവരുമായി പോലും ചങ്ങാത്തം കൂടാറുണ്ട്. എന്നാൽ ഓർക്കുക, കഴുകന്മാർക്കിടയിൽ രാജഹംസങ്ങൾക്ക് സ്ഥാനമില്ല. നിങ്ങൾ ശരിയായ ആളുകളാൽ ചുറ്റപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കൂ. നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്ന, നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ വെട്ടിമാറ്റാൻ ധൈര്യം കാണിക്കണം. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന ശക്തമായ തീരുമാനം നിങ്ങൾ എടുത്താൽ അത് നിങ്ങളുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കും. നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക. ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുള്ളവന്റെ പുറകെ മാത്രമേ വലിയൊരു ജനക്കൂട്ടമുണ്ടാവുകയുള്ളൂ. സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ആ ഗാംഭീര്യം കണ്ട് മറ്റുള്ളവർ വഴിമാറുന്നു. ആ സിംഹത്തിന്റെ വീര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ നിഗൂഢത കാത്തുസൂക്ഷിക്കുക. വാക്കുകളിൽ മാന്യതയും നിലപാടുകളിൽ കാർക്കശ്യവും പുലർത്തുക. സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞു വളരുക. മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സു കാണിക്കുക. ഒപ്പം വിഷം വമിക്കുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കുക. ഈ 5 കാര്യങ്ങൾ, ഇവ വെറുമൊരു അറിവായി സൂക്ഷിക്കാതെ ഇന്നുമുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഫലം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും.
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിലെ കാര്യങ്ങൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ, ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. കൂടുതൽ ജീവിത പാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കും ചാണക്യതന്ത്രങ്ങൾക്കുമായി ബോധിവഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്ത വീഡിയോ ഇതിലും ശക്തമായൊരു വിഷയവുമായാണ് വരുന്നത്. ജീവിതത്തിൽ തോൽക്കാൻ സമ്മതിക്കാത്തവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരറിവ്. അതെന്താണെന്നറിയാൻ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.